സമയം ഇപ്പോൾ 9 മണി. ഞാനിപ്പോൾ വാച്ചിലെ സമയം നോക്കിയത്. അതുപോലെ തന്നെ ഡേറ്റ് നോക്കാൻ നമുക്ക് കലണ്ടറുണ്ട്. എന്നാൽ വാച്ചിൻ്റെയോ കലണ്ടറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വെറുതെ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. സോ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒരുപാട് ഫോർമൽ എഡ്യൂക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിവിലൈസേഷൻ ഫോം ചെയ്യുന്ന സമയത്ത്, അതായത് അന്ന് സയൻസിന്റെ ബേസിക്സ് പോലും അറിയാത്ത മനുഷ്യന്മാരായിരുന്നു. ആ മനുഷ്യന്മാരാണ് ക്ലൈമറ്റ് സൈക്കിൾസ്, ഈ സ്റ്റാർ പാറ്റേൺസ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്തത്. കാരണം ഫാമിംഗ് ആയിരുന്നു അവരുടെ മെയിൻ സോഴ്സ്. അപ്പോൾ ഫാമിംഗ് ചെയ്യണമെങ്കിൽ ക്ലൈമറ്റ് സൈക്കിൾസ് എന്തായാലും അറിയണം. എപ്പോൾ വിത്ത് വിതയ്ക്കണം അല്ലെങ്കിൽ എപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യണം, ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി ക്ലൈമറ്റ് എന്താണെന്ന് അറിയണം, ക്ലൈമറ്റ് സൈക്കിൾസ് എന്താണെന്ന് അറിയണം. സോ ഈ ക്ലൈമറ്റ് സൈക്കിൾസ് അറിയാൻ അവർ ഉപയോഗിച്ച ടൂളാണ് നൈറ്റ് സ്കൈ. ഈ നൈറ്റ് സ്കൈ അവർ ഉപയോഗിക്കാൻ കാരണം അവർ നൈറ്റ് സ്കൈനെ ക്യൂരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുള്ളതാണ്. ക്യൂരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ അവർ അതിൽ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ആ ഒബ്സർവേഷൻ വെച്ചിട്ടാണ് ഇതൊരു ടൂളായി ഉപയോഗിക്കാം എന്ന ഐഡിയ അവർക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണക്കാർക്കും സയൻസ് ഒന്നും അറിയാത്ത ആൾക്കാർക്കും ജസ്റ്റ് ക്യൂരിയോസിറ്റി മാത്രം ഉണ്ടെങ്കിൽ, കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ, ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടാണ്. സോ നമ്മൾ ഈ ടെക്നിക്ക് പറയുന്നതിന് മുമ്പ്, അതായത് നൈറ്റ് സ്കൈനെ എങ്ങനെ നമുക്കൊരു കലണ്ടറോ ക്ലോക്കോ ആയി ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയിലേക്ക് പോവാം. അതാണ് ചാൾസ് മെസ്സിയറിന്റെ സ്റ്റോറി. ലോകപ്രശസ്ത ആസ്ട്രോണമറായ ചാൾസ് മെസ്സിയർ ജനിക്കുന്നത് ജർമ്മൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബൊഡോവിയർ എന്ന ഫ്രാൻസിലെ ഒരു ചെറു പട്ടണത്തിലാണ്. അത്യാവശ്യം സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 16ാം നൂറ്റാണ്ടിൽ ഇത്രയും സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അത്യാവശ്യം നല്ലൊരു ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടേണ്ടതായിരുന്നു. എന്നാൽ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് 11ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുകയുണ്ടായി. ഈ ഒരു മരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ആകെ മാറ്റിമറിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഔദ്യോഗിക വിദ്യാഭ്യാസം അവിടെ നൽകിയുണ്ടായിരുന്നു. വിദ്യാഭ്യാസം നിന്നിട്ടും ഇംഗ്ലണ്ടിലെ ലൂയി 15 അദ്ദേഹത്തിനെ ഫെററ്റ് ഓഫ് കോമറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചു. അതിന് പിന്നിലൊരു കാരണമുണ്ട്. 1744 അദ്ദേഹം കണ്ട ഒരു കോമറ്റ് ആയിരുന്നു ഇതിന് എല്ലാത്തിനും തുടക്കം. ഈ കോമറ്റിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിന് 6 വാലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന് അങ്ങനെ പ്രൂവൻ ആയിട്ട് എവിഡൻസ് ഒന്നുമില്ല. എങ്കിൽ പോലും ഇത് അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആക്കുന്നുണ്ട്. ഈ ക്യൂരിയോസിറ്റിയാണ് അദ്ദേഹത്തിനെ കോമറ്റുകളെ ഹണ്ട് ചെയ്യാൻ പ്രേരണയാവുന്നത്. പക്ഷെ ഇന്നത്തെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെലിസ്കോപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകാശം നോക്കാൻ പരിമിതികളുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ പല നൈറ്റ് സ്കൈ ഒബ്ജക്റ്റിനെയും കോമറ്റുകളായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കോമറ്റുകളാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റിനെ അദ്ദേഹം ലിസ്റ്റ് ഉണ്ടാക്കി സൂക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായി വന്നതാണ് ഇന്ന് കാണുന്ന നമ്മുടെ മെസ്സിയർ കാറ്റലോഗ്. ഈ മെസ്സിയർ കാറ്റലോഗ് എന്ന് പറയുന്നത് ഇന്നും ആസ്ട്രോണമിയിൽ ഉപയോഗിച്ച് വരുന്ന കാറ്റലോഗാണ്. അതിൽ ആൻഡ്രോമീഡ ഗാലക്സി ഉണ്ട്. ഇന്ന് നമുക്ക് പരിചിതമായ ഒരുപാട് ഒബ്ജക്ട്സ് അതിലുണ്ട്. മാത്രമല്ല, ഒരു സൈഡ് നോട്ടായിട്ട് നമുക്ക് പറയാം, ഇന്ന് ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്കാർ അവരുടെ ഒരു ഗോളായിട്ട് അല്ലെങ്കിൽ അവരുടെ ഹോബി ആയിട്ട് യൂസ് ചെയ്യുന്ന മെസ്സിയർ കാറ്റലോഗ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന. മെസ്സിയർ സ്വന്തം കണ്ണുകൊണ്ടും ചെറിയ ടെലിസ്കോപ്പ് കൊണ്ടും കണ്ട് ഒബ്ജക്ട്സിനെ മാർക്ക് ചെയ്ത് വെച്ചാണ് മെസ്സിയർ കാറ്റലോഗ്. ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്കാർ ഉപയോഗിക്കുന്ന ക്യാമറയും ലെൻസൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും. പലരും പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സയൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറെ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു, നവഗ്രഹ പൂജകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര തള്ള. ഒന്നാലോചിച്ച് നോക്കി, അന്ന് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല ഇന്ന് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് മാറ്റം പറ്റിയിട്ടുണ്ട്. ഈ ഗ്രഹം, അതായത് പ്ലാനറ്റ്സ് എന്ന വാക്ക് ആദ്യമായിട്ടുണ്ടായത് ഗ്രീക്ക് ലാംഗ്വേജിലാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വാണ്ടറേഴ്സ് എന്നാണ്. അതായത് അബദ്ധസഞ്ചാരികൾ അല്ലെങ്കിൽ ഇങ്ങനെ വഴിതെറ്റിപ്പോയവർ, അങ്ങനെയൊക്കെ പറയാം. ഇതിന്റെ ഒരു ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കലണ്ടർ പോലെ ഉപയോഗിച്ചു എന്ന്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നൈറ്റ് സ്കൈനെ 12 കോൺസ്റ്റലേഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർസിനെ നമ്മളൊരു ചിത്രം പോലെ വരച്ചു വെച്ചിട്ട് ഒരു മാപ്പ് ചെയ്തു. അത് ഒരു കാണാൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാപ്പ് ചെയ്തു. അങ്ങനെ നൈറ്റ് സ്കൈ ടോട്ടലായിട്ട് നമ്മൾ 12 കോൺസ്റ്റലേഷൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞ ഈ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, അതെ, മാസങ്ങൾ തന്നെയാണ്. മലയാള മാസം പ്യുവർലി ബേസ്ഡ് ആയിട്ടുള്ളത് ഈ കോൺസ്റ്റലേഷൻ സിസ്റ്റത്തിലാണ്. പക്ഷെ 12 കോൺസ്റ്റലേഷൻസ് അതിന്റെ ഷേപ്പ് ഒരിക്കലും മാറുന്നില്ല. ഒരു ഉദാഹരണത്തിന് കർക്കിടകം എടുക്കാം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ക്യാൻസർ, അതായത് നമ്മുടെ ഞണ്ടിന്റെ ഷേപ്പ്. ഈ ഷേപ്പ് ഒരിക്കലും മാറുന്നില്ല. ഇത് ഈ കോൺസ്റ്റലേഷൻ നീങ്ങുന്നതൊപ്പം അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ആ സ്റ്റാറിന്റെ ഡിസ്റ്റൻസ് മാറാതെ അതങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് ഒരു വാണ്ടറേഴ്സ് അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് വിളിച്ചത്. ആ പ്ലാനറ്റ്സിന്റെ പട്ടികയിൽ സൂര്യൻ പെടും, ചന്ദ്രൻ പെടും. അങ്ങനെ നമ്മൾ ഈ കാണുന്ന കുറെ പ്ലാനറ്റ്സും പെടും. അതിൽ കൂടാതെ 2 ആൾക്കാരും വരും, അതായത് രാഹു, കേതു. അതിനിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട, അത് വേറൊരു സ്റ്റോറിയാണ്. ഈ ക്ലോക്കിലെ ഡയൽ പോലെ നമ്മുടെ നൈറ്റ് സ്കൈയിലെ ഡയൽസ് ആണ് പ്ലാനറ്റ്സ്. ക്ലോക്കിൽ 3 ഡയലുണ്ടെങ്കിൽ നൈറ്റ് സ്കൈയിൽ 9 ഡയലുണ്ട്. അതിന്റെ ഒരു ലോജിക്ക് എന്താ വെച്ചാൽ, ഈ 9 ഡയലും പല സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് സൺ, ഞാൻ പറഞ്ഞു സണ്ണ് ഈ ഒരു ടേമിൽ പ്ലാനറ്റ് ആണ്.
ഓക്കെ, സൺ ഒരു കോൺസ്റ്റലേഷനിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഒരു കോൺസ്റ്റലേഷനിലേക്ക് വരാൻ എത്ര ടൈം എടുക്കും ഒന്ന് ആലോചിക്കുക. അതായത് ഇന്ന് സണ്ണ് ചിങ്ങമാസത്തിലാണെങ്കിൽ സണ്ണ് വീണ്ടും ചിങ്ങമാസത്തിൽ വരണമെങ്കിൽ ഒരു ഇയർ എടുക്കും. അതിനാണ് 1 ഇയർ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ കലണ്ടറിൽ, അതായത് മലയാളം കലണ്ടറിൽ ഏത് മാസമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കോൺസ്റ്റലേഷനിലാണ് സണ്ണ് നിൽക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് ഡിഫറെൻറ്റ് ടൈം പീരീഡിലാണ് ഒരു കോൺസ്റ്റലേഷനിൽ നിന്ന് തുടങ്ങി അതേ കോൺസ്റ്റലേഷനിലേക്ക് തിരിച്ചെത്തുന്നത്. നൗ കംസ് എ റിയലി ഇൻട്രസ്റ്റിംഗ് പാർട്ട്. നിങ്ങൾ നിങ്ങളുടെ ഹോറോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ജാതകം? ഇത് അത്ര സൂപ്പർസ്റ്റിഷൻ എന്ന് മാറ്റിക്കളയാൻ പറ്റും. ഇതിന്റെ പർപ്പസ് ഇപ്പോൾ സൂപ്പർസ്റ്റിഷൻ ആണെങ്കിലും ഇതിന് വേറൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അതായിരുന്നു ടൈം. നമ്മൾ വാച്ചിൽ ടൈം നോക്കുന്ന പോലെ ഈ ഹോറോസ്കോപ്പും ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഹോറോസ്കോപ്പിൽ നമ്മൾ മാല അങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എക്സാക്ട് മീനിങ്ങിൽ നമുക്ക് പോകണ്ട. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ജനിക്കുന്ന സമയത്ത് ഹോറോസ്കോപ്പിൽ സൂര്യൻ മേടരാശിയിലായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും സൂര്യൻ മേടരാശിയിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ലേറ്റർ ടൈമിൽ വീണ്ടും സൂര്യൻ മേടരാശിയിൽ വന്നു കഴിഞ്ഞാൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം. ഈ ഒരു, അതായത് കലണ്ടറിൽ നമ്മൾ 12 മാസങ്ങളുള്ള പോലെ തന്നെയാണ് ഈ ഹോറോസ്കോപ്പിൽ 12 കള്ളികളുള്ളത്. ഓരോ കള്ളിയിലും ഓരോ രാശികൾ അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റലേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് ഹോറോസ്കോപ്പിന്റെ ബേസിക്. അത് മാത്രമല്ല, ക്ലൈമറ്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ സമയം വെച്ചിട്ട്. ഇന്ന് നമ്മൾ മലയാള മാസത്തിൽ എടവപ്പാതി എന്നൊക്കെ പറയുന്നില്ല, എടവപ്പാതിക്ക് മഴയുണ്ടാവും എന്ന് പറയുന്നത് ഈ ഹോറോസ്കോപ്പിക് ആയിട്ടുള്ള ഈ റിപ്പീറ്റേഷൻ കാരണം ക്ലൈമറ്റ് വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇന്ന് അതിന് മാറ്റം ഉണ്ട്, കാരണം നമ്മൾ ഹോറോസ്കോപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുകൊണ്ടാണ്. ഹോറോസ്കോപ്പ് അപ്ഡേറ്റ് ചെയ്യണം ആക്ച്വലി. കാരണം ചെറിയ നമ്മുടെ ഒബ്സർവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ഹോറോസ്കോപ്പിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഇത് അപ്ഡേറ്റ് നടക്കുന്നില്ല. കാരണം അപ്ഡേഷൻ നടക്കാത്തത് ഇവരിപ്പോൾ ഉപയോഗിക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യാനല്ല, ഇവർ ജാതകം നോക്കാനും ഈ ചൊവ്വാദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തുകൊണ്ടാണ് സൂപ്പർസ്റ്റിഷൻ ആവണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫിസിക്സിൽ അല്ലെങ്കിൽ നേച്ചറിൽ 4 ഫോഴ്സസ് ഉള്ളത്: വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ന്യൂക്ലിയസിന്റെ അടുത്ത് മാത്രം എഫക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഫോഴ്സുകളാണ്. ആറ്റം ബോംബ് എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷെ അത് ഡിഫറൻസ് സ്റ്റോറി. എനിവേ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുപരിചയമുള്ള ഫോഴ്സ് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സുകളായിരിക്കും. ഇത് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വീക്ക് ഫോഴ്സ്. സണ്ണിന്റെ ഗ്രാവിറ്റി കാരണമാണ് ഭൂമി ചെയ്യുന്നെങ്കിലും സണ്ണിന്റെ ഗ്രാവിറ്റി ഡയറക്ട്ലി നമ്മൾ എഫക്ട് ചെയ്യുന്നില്ല വേറെ രീതിയിൽ. ടൈഡ്സ് ഉണ്ടാവുന്നുണ്ട്, ഓക്കെ, അതല്ലാതെ നമ്മൾ ഡയറക്ട്ലി നമ്മൾ സണ്ണിലേക്ക് പോകുന്നൊന്നുമില്ല. ആ സമയത്താണ് കോടാനുകോടി പ്രകാശവർഷം അകലെ കിടക്കുന്ന സ്റ്റാർസ് നമ്മുടെ കല്യാണം മുടക്കാനും അല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജോലിനും ഒക്കെ എഫക്ട് ചെയ്യുമെന്ന് പറയാം. ദാറ്റ്സ് അട്ടർലി സൂപ്പർസ്റ്റിഷ്യസ്. അത് ശരിയാണെങ്കിൽ ഇന്ന് കാണുന്ന എല്ലാ ഫിസിക്സും തെറ്റാവണം. സോ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ. ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ ജാതകമൊക്കെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന നല്ലൊരു ടൂൾ ആയിരുന്നു. പക്ഷെ പല കാലങ്ങളിൽ പലരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ച് ഒരു സൂപ്പർസ്റ്റിഷൻ എന്ന നിലയിലായി പോയി. ഇന്ന് അതിനെല്ലാവരും ആ നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിന് ഈ ഒരു വശം കൂടി ഉണ്ട് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ മേലെ കാണുന്ന കോൺസ്റ്റലേഷനും നക്ഷത്രങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇത് ആക്ച്വലി ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റില്ലായി നിന്നിട്ട് ഭൂമിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുക ഈ സെലസ്റ്റിയൽ സ്ഫിയർ ആണ് നമ്മളെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഭൂമി സ്റ്റില്ലാണെന്നാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഭൂമി പരന്നിട്ടാണ് അല്ലെങ്കിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നില്ല ബാക്കിയെല്ലാം നമ്മളെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ അബദ്ധധാരണയിലേക്ക് എത്തുന്നത്. സോ ഇവിടെ പ്ലാനറ്റ്സുകളും ഈ യൂണിവേഴ്സ് മൊത്തം ഈ സെലസ്റ്റിയൽ സ്ഫിയറിൽ പ്രൊജക്ട് ചെയ്ത പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ നൈറ്റ് സ്കൈ നമ്മൾ കാണുന്നത് ഈ സെലസ്റ്റിയൽ സ്ഫിയറിലാണ്. നമ്മളിവിടെ സെലസ്റ്റിയൽ സ്ഫിയർ കണ്ടു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഭൂമിയാണ് സെന്റർ ആയിട്ട് അവിടെ കാണുന്നത്. എല്ലാ പ്ലാനറ്റ്സും കോൺസ്റ്റലേഷനും എല്ലാം ഭൂമിനെ ചുറ്റുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ഈ ആസ്ട്രോണമിയിൽ പ്ലാനറ്റ്സിന്റെ ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഭൂമിനെ സെന്റർ ആക്കിയിട്ടാണ്. ഈ 2 പെർസ്പെക്റ്റീവും സെയിമാണ്. കാരണം ഇപ്പോൾ സണ്ണിനെ സെന്റർ ആക്കി നോക്കിയാലും ഭൂമിനെ സെന്റർ ആക്കി നോക്കിയാലും ഭൂമിയിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആക്ച്വൽ റിയാലിറ്റി നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഒരു സിംപ്ലിസിറ്റിക്ക് നമ്മൾ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാം ഭൂമി സെന്റർ ആയിട്ട് എല്ലാം ഭൂമിനെ ചുറ്റുന്നു എന്ന ധാരണയിൽ വെച്ചാൽ മതി. അതായത് പ്രപഞ്ചത്തിന്റെ സെന്റർ ഭൂമിയാണെന്നും എല്ലാ പ്ലാനറ്റ്സും എല്ലാ സ്റ്റാർസും എല്ലാ കോൺസ്റ്റലേഷനും ഭൂമിനെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇല്യൂഷൻ നമ്മൾ എർത്തിൽ നിന്ന് കിട്ടും. ഈ ഇല്യൂഷനാണ് നമ്മൾ ഈ സെലസ്റ്റിയൽ സ്ഫിയറിൽ കണ്ടത്. ഈ ഇല്യൂഷൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ആസ്ട്രോണമിയിൽ ഡേറ്റും ടൈമും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് സത്യമല്ലെങ്കിൽ പോലും ഈ ഒരു ടെക്നിക്കിനെ നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം, ഡേറ്റ് കാൽക്കുലേറ്റ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് സൂര്യാസ്തമത്തിന് ശേഷം ഒരു കിഴക്ക് ഭാഗത്തെ ഹൊറൈസണിൽ കർക്കിടക രാശിനെ കണ്ടു വിചാരിക്കാം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ കർക്കിടക രാശി ഒരു ഏതാണ്ട് 30 ഡിഗ്രി ഹൊറൈസണിന് മേലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ
എനിക്ക് പറയാം ഒരു 2 അവർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ നൈറ്റ് സ്കൈനെ മൊത്തം നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 12 കോൺസ്റ്റലേഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ 12 കോൺസ്റ്റലേഷനായി ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ കോൺസ്റ്റലേഷനും 2 മണിക്കൂർ കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് 12 × 2 24 hours കിട്ടും. അങ്ങനെ അങ്ങനെ ഒരു 2 hours പ്രിസിഷൻ നമുക്ക് കിട്ടും. ഇനിയും പ്രിസിഷൻ കിട്ടും. വേറെ പ്ലാനറ്റ്സും വേറെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്താൽ ഇനിയും പ്രിസിഷൻ കിട്ടും. മനുഷ്യന്മാരുടെ ഇമാജിനേഷൻ ഭയങ്കര വൈൽഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നൈറ്റ് സ്കൈ വാച്ച് ചെയ്തപ്പോൾ ഒരേ സമയത്ത് അവർക്ക് ഇതിനൊരു ടൂളായി ഉപയോഗിക്കാൻ പറ്റിയത്, അതേ സമയത്ത് ഒരുപാട് സൂപ്പർസ്റ്റീഷ്യസ് സ്റ്റോറീസ് ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷേ എല്ലാ സ്റ്റോറീസും സയൻസ് ആവുന്നില്ല. ആൻഡ് ഹിയർ എൻഡ്സ് our first episode of Cosmic Chair. Man loves to wonder, and that is the seed of science. Thank you. ഇരുളാകെ മാറ്റിടാം, അറിവേറെ നൽകിടാം, ഒരു തീരാ വഴിയിൽ ഒന്നായി പോയിടാം. വെൺമേഘമേ വെൺതാരയിൽ അന്യമാനുഭൂതികളോ ചെറുകൈയിൽ നൽകാം, വന്യമാറിവുകളോ ചെറുചിരിയായി നേടിടാം.